ഈ ഫാമിലി പുതുതായി ഒരു വീട്ടിൽ താമസത്തിന് വരുന്നു. രാത്രി വീടിന്റെ തട്ടിൻപുറത്ത് നിന്ന് വ്യത്യസ്തമായ എന്തോ ശബ്ദം കേൾക്കുന്നു. ഇവൻ അത് എന്താണെന്ന് അറിയാനായി അവിടേക്ക് വരുന്നു. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര തനിയെ ആടിക്കൊണ്ടിരിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു ഗോസ്റ്റ് നിൽക്കുന്നു. അതിനെ കണ്ട് ഷോക്കായവൻ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഗോസ്റ്റ് അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് എത്രയൊക്കെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവന് ചിരിയാണ് വന്നത്. ദേഷ്യം വന്ന ഗോസ്റ്റ് അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം വീണ്ടും അവൻ ഗോസ്റ്റിനെ കാണാനായി വരുന്നു. ഗോസ്റ്റ് വീണ്ടും അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പേടിക്കാതെ അതിനെ തന്റെ ഫ്രണ്ട് ആക്കുന്നു. ഈ ഗോസ്റ്റിന് മരിക്കുന്നതിന് മുൻപുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയില്ല, സ്വന്തം പേര് പോലും അറിയില്ല. അതേസമയം ഇവന്റെ ഫോണിലെ വീഡിയോ ഇവന്റെ ഫാമിലി കാണുന്നു. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇവർ പെട്ടെന്ന് തന്നെ ഫേമസ് ആവുന്നു. അതുകൊണ്ട് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവൻ ഇതിലൊന്നും താല്പര്യമില്ല. ഇവൻ ആ ഗോസ്റ്റിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാൻ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനായി അവൻ ആ ഗോസ്റ്റിന്റെ ഫാമിലിയെ കണ്ടെത്തുന്നു. പക്ഷെ ഒരു ഗോസ്റ്റ് ഹണ്ടിംഗ് ടീം വന്ന് ഗോസ്റ്റിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. അവിടെ വെച്ച് ഒരു ഓഫീസറിന്റെ ഷർട്ടിൽ ഒരു പരുന്തിന്റെ ചിഹ്നം കണ്ട ഇയാൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഒരു ദിവസം ഇയാൾ ഫാമിലിയോടൊപ്പം ആ വീട്ടിലായിരിക്കുമ്പോൾ വൈഫിന്റെ കാമുകനാണ് ഒരു പരുന്തിന്റെ പ്രതിമ വെച്ച് ഇയാളെ തലക്കടിച്ചു കൊന്നത്. എന്നിട്ട് മുറ്റത്ത് കുഴിച്ചിടുന്നു. ഇപ്പോൾ 50 വർഷമായി ഇയാളുടെ ആത്മാവ് ഈ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം തന്നെ ഈ ഗോസ്റ്റിനെ പിടിച്ചുകൊണ്ടുവന്ന ലേഡിക്ക് തന്റെ ബോസ് അതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് പിടിച്ചതെന്ന് മനസ്സിലാവുന്നു. അവർ അതിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഇവിടെ ഇയാളെ കൊലപ്പെടുത്തി ഇയാളുടെ ഭാര്യയുടെ കാമുകൻ ഈ വീട്ടിലുള്ളവർ ഗോസ്റ്റിൽ നിന്ന് സത്യം അറിഞ്ഞു കാണുമെന്ന് വിചാരിച്ച് അവരെയും കൊല്ലാനായി വരുന്നു. ഇവനെ അടിക്കാനായി വരുമ്പോൾ ഗോസ്റ്റ് വന്ന് പിടിച്ചു വെക്കുന്നു. അവിടെ നടന്ന ഫൈറ്റിനിടയിൽ അയാൾ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നു. അതിനുശേഷം നോക്കുമ്പോൾ ഈ ഗോസ്റ്റ് ഒരു തടാകത്തിനരികിൽ നിൽക്കുന്നു. അവിടേക്ക് ഇവർ ഒരു ലേഡിയുമായി വരുന്നു. ആ ലേഡി ഈ ഗോസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ ഫേസിൽ സ്നേഹത്തോടെ തൊടുന്നു. അയാൾക്ക് അത് തന്റെ മകളാണെന്ന് മനസ്സിലാവുന്നു. 50 വർഷത്തിന് ശേഷം തന്റെ മകളെ കാണാൻ സാധിച്ചതിൽ അയാൾ വളരെയധികം സന്തോഷിക്കുന്നു. സ്നേഹത്തോടെ മകളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ കുറച്ചു നേരത്തിന് ശേഷം അയാൾ മാഞ്ഞു പോകാൻ തുടങ്ങുന്നു. ആക്ച്വലി അയാൾക്ക് തന്റെ മകളെ വളരെയധികം ഇഷ്ടമാണ്. ആ ഒരു സ്നേഹമാണ് ഇത്രയും വർഷം ഇയാൾ ആ വീടിനകത്ത് സ്റ്റക്ക് ആവാൻ കാരണം. ഇപ്പോൾ മകൾ ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് മനസ്സിലായതും അയാളുടെ ആത്മാവ് അവിടെ നിന്ന് പോകുന്നു.